ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യില്ലേ? അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഡേ ആണിന്ന്. ജസ്റ്റ് ഒരു സെൽഫ് ലവ് ഡേ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് മുടി ഒന്ന് ചുറ്റി കെട്ടി വെക്കുക എന്നുള്ളതാണ്. അത് ക്രാബിനിടയിൽ എൻ്റെ ക്രാബ് ഒന്ന് ചെറുതായിട്ട് പൊട്ടിപ്പോയി. പിന്നെ അത് മാറ്റി വെച്ചിട്ട് ഞാൻ സാധാ പോലെ മുടി ഒന്ന് ചുറ്റി കെട്ടി വെച്ചു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു മിനി ഡ്രിമ്മർ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് യൂസ് ചെയ്തിട്ട് ട്രിം ചെയ്തു. ഒറ്റ തവണ ചെയ്താൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണല്ലോ അത്. അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ മറ്റേ കാടും പടലൊക്കെ പോയിട്ട് ഒന്ന് ക്ലീൻ ആയി കിട്ടാൻ ബെറ്റർ ആയിരിക്കും കേട്ടോ. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് ഇത്തിരി ഓയിൽ എടുക്കുക, കുറച്ച് പഞ്ചസാര എടുക്കുക, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസോ ടൊമാറ്റോ ജ്യൂസോ എടുക്കാം. അപ്പോൾ കാര്യം മനസ്സിലായാലും ലിപ്പ് ഒന്ന് സ്ക്രബ് ചെയ്യാമെന്ന് വിചാരിച്ചു. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോഫി പൗഡറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് കുറച്ചുകൂടെ ബെറ്ററായി സിമ്പിളായി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്ത്. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാണ്. കുറച്ച് തൈരും അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മളിങ്ങനെ ലിക്വിഡ് ടൈപ്പിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഹെവി ഫേസ് പാക്ക് ഒന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമില്ല എന്നുള്ള ഡേയ്സിൽ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒരു ലിക്വിഡ് അപ്ലൈ ചെയ്ത് വാഷ് ഔട്ട് ചെയ്ത് കളയും. ഇതാവുമ്പോൾ നമ്മൾ ഇട്ടോ ഇട്ടില്ല ആ ഒരു ഫീലിംഗ് കിട്ടും. നമ്മുടെ സ്കിന്നിലെ ഡാർക്ക്നെസ് പോയി ഒന്ന് ഗ്ലോയിങ് ആവാൻ കുറച്ചുകൂടെ ഹെൽപ്പായിരിക്കും. പിന്നെ തേർഡ് സ്റ്റെപ്പ് വന്നിട്ട് നമ്മുടെ ഹെയർ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്യാമെന്ന് വെച്ചു. ഞാൻ അധികം ഒന്നും ഹെയർ പാക്ക് യൂസ് ചെയ്യാറില്ല. പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഡാൻഡ്രഫ് നല്ല പോലെ ഉണ്ട്. അപ്പോൾ അത് പോകാൻ വേണ്ടി ജസ്റ്റ് ഒരു ഹെയർ പാക്ക് എടുക്കുകയാണ്. അതിനുവേണ്ടി ചെമ്പരത്തി കുറച്ച് തൈരും കൂടെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ ഏത് ഓയിലാണോ ഇടുന്നത് ആ ഓയിലൊന്ന് ചെറുതായി ഇട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ ഒരു ജെല്ലി ടൈപ്പ് കിട്ടും. ഇത് നല്ലപോലെ സ്കാൽപ്പിലും ഹെയറിലൊക്കെ നന്നായി അപ്ലൈ ചെയ്യണം കേട്ടോ. ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആര്യവേപ്പോ അല്ല കറിവേപ്പിലൊക്കെ യൂസ് ചെയ്ത് ഇങ്ങനെ ലിക്വിഡ് ടൈപ്പ് ആക്കിയിട്ട് അപ്ലൈ ചെയ്യാം. എന്നിട്ടൊരു ഹാഫ് ആൻ അവറൊക്കെ കഴിഞ്ഞിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്കൊന്ന് കുളിച്ച് റെഡി ആവാൻ. കുളിച്ച് വന്നപ്പോൾ എന്താണെന്നറിയില്ല, ഈ ആഴ്ചയിലെ എല്ലാ ഭാരം ഒന്ന് റിലീഫായ പോലെ. അപ്പം ഇടയ്ക്കൊക്കെ ഇങ്ങനെ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് ഒരു ഡേ നമുക്ക് വേണ്ടി എടുത്താൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.